എല്ലാവർക്കും അറിയാം പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ടും ഒരുപാട് കൂടുതലും കൺസേൺ ആവുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിലായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പോലെ തന്നെ ആ ഒരു സമയത്ത് മാനസികാരോഗ്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഞാൻ സ്ലൈഡ്സ് കാണിക്കാം, ഷെയർ ചെയ്യാം. സോ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് അറൌണ്ട് 40-42 ആഴ്ചകളാണ് സാധാരണ നമ്മളുടെ ഒരു ഹ്യൂമൻ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. സോ അതിനെ ഓരോ ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. സോ ഈ ഒരു മെന്റൽ ഹെൽത്തില് ഒരു ലേഡി പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് തന്നെ അവര് ഒരു വിവാഹത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആ സമയത്ത് തന്നെ അവർക്ക് റീപ്രൊഡക്റ്റീവ് ചോയ്സസിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതായത് റീപ്രൊഡക്റ്റീവ് ചോയ്സസ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് മാത്രമാണോ നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ചോയ്സ് എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ കൊടുക്കാറുണ്ട്. സോ സാധാരണ റീപ്രൊഡക്റ്റീവ് ചോയ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രഗ്നന്റ് ആവുക, കല്യാണത്തിന് ശേഷം പ്രഗ്നന്റ് ആവുക എന്നുള്ളത് ഒരു റീപ്രൊഡക്റ്റീവ് ചോയ്സ് ആണ്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആവാതിരിക്കാനും അവരുടെ ചോയ്സ് ആണ്. പ്രഗ്നന്റ് ആവണമോ ആവണ്ടേ എന്നുള്ളതും അവരുടെ ചോയ്സ് തന്നെയാണ്. അതുപോലെ എന്താ പറയുന്നത്, അബോർഷൻ അല്ലെങ്കിൽ പിന്നെ അഡോപ്ഷൻ, ഇതെല്ലാം അവരുടെ റീപ്രൊഡക്റ്റീവ് ചോയ്സ് ആണ്. സോ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിലോട്ട് പോകുന്നതിന് മുൻപ് ഈ പറയുന്ന രീതിയിലുള്ള റീപ്രൊഡക്റ്റീവ് ചോയ്സസ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്കും അവർ വറീഡ് ആവും, എനിക്ക് ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് ആവശ്യമില്ലാതെ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് വരുമ്പോൾ അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. സോ ആദ്യം തന്നെ റീപ്രൊഡക്റ്റീവ് ചോയ്സസ് എന്തൊക്കെയാണ്, അത് രണ്ട് പാർട്ട്നേഴ്സിനും സ്വീകാര്യമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ചോയ്സസ് ആണോ ഇവർക്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് ഒരു ലേഡി കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി എന്നുണ്ടെങ്കിൽ, സോ ആ ഒരു സമയത്ത് നമുക്കറിയാം നമ്മുടെ പ്രഗ്നൻസി ടൈമിനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ, അങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. യൂഷ്വലി 40 to 40 തൊട്ട് 42 ആഴ്ചകൾ വരെയാണ്. 9 months plus 7 days എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്ത് ഫസ്റ്റ് ട്രൈമസ്റ്റർ വരുമ്പോൾ ആദ്യത്തെ കുറച്ച് ആഴ്ചകളാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് ഒരു സ്ത്രീ മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഒരുപാട് ചേഞ്ചസിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പറയാം. പിന്നെ രണ്ടാമത്തെ ടൈം പീരീഡ് ആണ്. ആരുടെയും മൈക്ക് അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. സോ സെക്കൻഡ് ആ ഒരു സെക്കൻഡ് ടൈം ആണ് നമ്മുടെ ഒരു പെരിനേറ്റൽ ടൈം എന്ന് പറയുന്നത്. പെരിനേറ്റൽ ടൈം എന്ന് പറഞ്ഞാൽ അറൌണ്ട് ദ ടൈം ഓഫ് പ്രഗ്നൻസി, ഡെലിവറി, നമ്മൾ പ്രഗ്നന്റ് ആയി കൺസീവ് ആയി പിന്നെ ഡെലിവറിയും ആ ഒരു പ്രോസസ്സും ഒക്കെ നടക്കുന്ന ആ ഒരു ടൈമിനെയാണ് പെരിനേറ്റൽ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആ ഒരു പീരീഡ് വരുമ്പോൾ പോസ്റ്റ്മോർട്ടം ടൈം ആവും. അതായത് ആഫ്റ്റർ ദ ഡെലിവറിക്ക് ശേഷം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. സോ ഇപ്പോ ഞാൻ പറഞ്ഞ പ്രീനേറ്റൽ പീരീഡിലായാലും പെരിനേറ്റൽ പീരീഡിലായാലും പോസ്റ്റ്നേറ്റൽ പീരീഡിലായാലും അമ്മയുടെ മെന്റൽ ഹെൽത്ത് അത് കുഞ്ഞിനെ സാരമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇപ്പോ മെയിൻ ആയിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പെരിനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ പെരിനേറ്റൽ അല്ല പ്രീനേറ്റൽ പീരീഡിൽ അമ്മയുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക് ആ ഒരു സമയത്ത് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാറുണ്ട്. അതിലൊരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 12 ആഴ്ചകൾ വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ്. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് അറിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 12 ആഴ്ചകൾ വരെയുള്ള ഒരു ടൈം പീരീഡിനെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ആ സമയത്ത് സാധാരണ അമ്മയ്ക്ക് ഒരുപാട് ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അവർക്ക് പെട്ടെന്ന് ആ ഒരു പ്രഗ്നൻസിയുമായിട്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും.
ഓഫ് കോഴ്സ് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതോടൊപ്പം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന ഒരു ടൈം പീരീഡ് ആണത്. അതായത് ബോഡിയിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഈ രണ്ട് ഹോർമോൺസും നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം നമുക്ക് ആ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ബോഡിയിൽ ഹൈ ആവുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പക്ഷെ ആ ഒരു സഡൻ വേരിയേഷൻസ് വരുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാകാം, അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ നടക്കും. സോ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് ഈ ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആൻസൈറ്റി ആൻഡ് വറീസ് കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണുന്ന ഒരു കണ്ടീഷൻ ആണ്. നമ്മൾ എപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് വറീസ് ഉണ്ടാവും. ചിലപ്പോ അവർക്ക് വർക്ക് മദേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാം, രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ അതിലുണ്ടാവും. പിന്നെ ബോഡി പെട്ടെന്ന് ഫറ്റീഗ്, ആ ഒരു ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു രീതിയിൽ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുമൂലം എന്താ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. എനിക്ക് ഈ ജോലി പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു രീതിയിലുള്ള വർക്ക് പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് ഒരു ആങ്സൈറ്റിയും വറീസും ഒക്കെ ഉണ്ടാവാം. പിന്നെ ഓഫ് കോഴ്സ് കുഞ്ഞിന്റെ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറീഡ് ആവും അവര്. അതായത് എന്താ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് വർക്കും അതുപോലെ തന്നെ കുഞ്ഞിനെ കുഞ്ഞും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അവർക്ക് ആകെ കൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് കുഞ്ഞിനെ അഫക്ട് ചെയ്യുമോ, എനിക്ക് ഈ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വറീസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ബോഡി ഇമേജ് കൺസേൺസ് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ആ സമയത്ത് അവർക്ക് ചില സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബോഡിയിൽ വരുന്ന സ്ട്രെച്ച് മാർക്ക്, വെയിറ്റ് ഗെയിൻ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ബോഡി ട്രാൻസിഷൻ കാരണം അവർക്ക് ആ ഒരു വറീസും കാര്യങ്ങളും ഉണ്ടാവും. ചില പെരിനേറ്റൽ ഡിപ്രഷൻ, ഒരു ആന്റിനേറ്റൽ ഡിപ്രഷന്റെ ഒരു മെയിൻ കാരണമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബോഡിയിൽ വരുന്ന പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. വെയിറ്റ് ഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ നമുക്കറിയാം സ്ത്രീകളിൽ എന്താണ് ശരീരത്തിൽ ഈ ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എഡിമാറ്റസ് ആയിട്ടുള്ള കാലിലൊക്കെ ഭയങ്കര നീരൊക്കെ വെച്ചിരിക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുമൂലം അവർ ഒരുപാട് കൺസേൺ ആവുകയും വറി ചെയ്യുകയും ചെയ്യും. പിന്നെ ഇമ്പാക്ട് ഓഫ് പ്രഗ്നൻസി സിംറ്റംസ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ, നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവുക. അതുമൂലം അവര് ആ ഒരു പ്രഗ്നൻസി സിംറ്റംസ് വരുന്നത് കൊണ്ട് അവർക്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുമൂലം അവർ വീണ്ടും മറിയിടാവും. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്റെ ബോഡി അത് അഫക്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് എക്സസീവ് വറീസും കാര്യങ്ങളും അതുമൂലം ഉണ്ടാവും. പിന്നെ ആ ഫറ്റീഗും ക്ഷീണവും കാരണം അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെ ഉള്ളപ്പോൾ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്കറിയാം സാധാരണ ഈ ഒരു പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ പറയാറുണ്ട്, ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങളല്ല ലൈഫിൽ മീൻസ് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു ലേഡി, ഇതിനു മുൻപ് ഒരുപാട് പേര് ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് കൺസേൺ ചെയ്യാതെയാണ് ആ ഒരു സംസാരം സാധാരണ രീതിയിൽ നമ്മളിൽ നിന്നും വരുന്നത്. ഓരോ പ്രഗ്നൻസിയും യൂണിക് ആണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ചലഞ്ചസ് ആ ഒരു സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരും. സോ അത്രമാത്രം നമ്മൾ കൺസേൺ ആയിരിക്കണം, അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആ ഒരു സമയത്ത് അവർക്ക് ആവശ്യമാണ്. പിന്നെ ചില സ്ത്രീകളിൽ ഈ ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ പാർട്ട്ണറിൽ നിന്നോ കിട്ടാതെ പോകുന്ന കണ്ടീഷൻസിൽ അവർക്ക് ചിലപ്പോൾ സൊമാറ്റിക് സിംറ്റംസ്, അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരിക, ബോഡിയിൽ വേറെ എന്തെങ്കിലും ശരീരത്തിൽ അവിടെ ഇവിടെയും വേദനകൾ വരിക, അങ്ങനെയൊക്കെയും പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഇത് സ്ത്രീകളിൽ വരുന്ന മാനസിക അവസ്ഥയാണ്. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും തന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കാം. സോ അതെല്ലാം നമ്മൾ ഇതിൽ ഡീൽ ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഈ ഒരു മെറ്റർണൽ ആൻഡ് ഫീറ്റൽ ഹെൽത്തിൽ ഈ ഒരു ടൈം പീരീഡിൽ സാധാരണ രീതിയിൽ കാണാറുണ്ട്. ഇൻ കേസ് അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സാഡ് ഫീലിംഗോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആന്റിനേറ്റൽ ചെക്കപ്പിൽ ഇത്ര ആഴ്ചകൾ കൂടുമ്പോൾ നമ്മൾ വിസിറ്റിന് പോകാറുണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത്. ആ ഒരു സമയത്ത് അവരുടെ ഓറൽ ഹൈജീൻ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട സാധാരണ രീതിയിൽ ഈ ഒരു ആന്റിനേറ്റൽ പീരീഡിലെ ഡിപ്രഷന്റെ കാര്യവും ആന്റിനേറ്റൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ്, അവർ സാധാരണ അവർക്ക് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് അത്രയും സംസാരിക്കാനായിട്ടുള്ള സമയം പേഷ്യന്റുമായിട്ട് കിട്ടാറില്ല. ജസ്റ്റ് അവരെ പേഷ്യന്റിനെ ചെക്ക് ചെയ്യുക വിടുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവർക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് എല്ലാം പറയും. ഇപ്പോഴാണ് ഓരോ ഡോക്ടേഴ്സും തന്നെ ഗൈനക്കോളജിസ്റ്റും തന്നെ പറയുന്നത് പ്രഗ്നൻസിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും ആ ഒരു ലേഡിയുടെ കൺസേൺസ് ആൻഡ് വറീസ് നമ്മൾ അറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളതും അവരും ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് പ്രഗ്നൻസിയിൽ. സോ ഒരു ലേഡിക്ക് ഇൻ കേസ് അവർ വരുന്ന സമയത്ത് ആന്റിനേറ്റൽ വിസിറ്റിന്റെ സമയത്ത് നമ്മളിൽ പുവർ ഓറൽ ഹൈജീൻ കാണുക, ഇപ്പോ പല്ലുകൾക്ക് കേടോ അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ കാരണം അവർക്ക് ആ ഒരു പേഴ്സണൽ ഹൈജീനും ഓറൽ ഹൈജീനും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത കണ്ടീഷൻ ഉണ്ടാവാം. നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ എന്തെങ്കിലും പല്ലുകൾക്ക് കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് പറയും. സോ അതെല്ലാം നെഗ്ലക്ട് ചെയ്ത് പേഴ്സണൽ ഹൈജീനെ നെഗ്ലക്ട് ചെയ്ത് ഓറൽ ഹൈജീൻ ഒന്നുമില്ലാതെ ഒരു ലേഡി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിഹൈൻഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇമോഷണൽ ആയിട്ട് ആ കുട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അത് ഓറൽ ഹൈജീൻ ഇല്ലാത്ത കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടും. ഇൻഫെക്ഷന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിനെ ആണെങ്കിലും അത് അഫക്ട് ചെയ്യും. പ്രീ ടൈം ബർത്ത് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. 37 ആഴ്ചകൾക്ക് മുൻപ് ജനിക്കുന്ന കുട്ടികളെയാണ് പ്രീ ടൈം ബേബീസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രീ ടൈം ബർത്തിലോട്ടൊക്കെ അത് ലീഡ് ചെയ്യും. പ്രീ ടൈം ബർത്ത് ഉണ്ടാവുകയാണെങ്കിൽ ബർത്ത് വെയിറ്റ് കുറവായിരിക്കും, പിന്നെ കുട്ടിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഓറൽ ഹൈജീൻ പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് ലാക്കാവുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു സാഡ് ഫീലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുവർ ന്യൂട്രീഷൻ, അവർ അഡിക്വേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം എടുക്കാതിരിക്കുക. ലൈക്ക് ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. സോ അവർക്ക് ആ ഒരു ടൈം അനുസരിച്ച്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ ഇടവിട്ട് ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുക്കാനൊക്കെ പറയാറുണ്ട്. ഇൻ കേസ് അവരതൊക്കെ നെഗ്ലക്ട് ചെയ്ത് അവരുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഫുഡിന്റേക്കും പ്രോപ്പർ ആവുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അത് റിയലൈസ് ചെയ്ത് അതെന്തെങ്കിലും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് അവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് അവർക്ക് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിസിറ്റോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇൻ കേസ് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യന്റ് ആയി പ്രോപ്പർ ആയിട്ടുള്ള അയൺ സപ്ലിമെന്റ് ഒന്നും എടുത്തില്ല, ഒരു ഫുഡിന്റെ ഒക്കെ അത് കുറയ്ക്കാണ്, അത് അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അനീമിയയ്ക്ക് കാരണമാവും. അമ്മയ്ക്ക് അനീമിയ ഉണ്ടാവും. അതുമൂലം കുട്ടിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. കുട്ടിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അത് കുട്ടിക്ക് പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കും. സോ അങ്ങനെ അമ്മ ഫുഡ് കഴിക്കാതിരിക്കുകയോ പ്രോപ്പർ ആയിട്ടുള്ള മീൽ ഇൻടേക്ക് കുറയുകയോ എമൗണ്ട് കുറയുകയോ അങ്ങനെയൊക്കെ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സ് അതനുസരിച്ച് അവരെ ഡീൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ചില ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന പ്രഗ്നന്റ് വുമൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫാമിലി സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആന്റിനേറ്റൽ വിസിറ്റുകൾ നെഗ്ലക്ട് ചെയ്യും. ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് ഇന്ന സമയങ്ങളിൽ വരാനായിട്ട് അവരോട് പറയുമെങ്കിലും അവരങ്ങനെയുള്ള വിസിറ്റുകൾ വേണ്ട എന്നുള്ള രീതിയിൽ അവരത് മാറ്റിവെക്കും. മാറ്റിവെക്കുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആന്റിനേറ്റൽ വിസിറ്റുകൾ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആന്റിനേറ്റൽ വിസിറ്റിലും ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചിലതിൽ സ്കാനിങ് ചെയ്യും, കുട്ടിയുടെ കൺജനീറ്റൽ അനോമലീസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സ്കാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ അമ്മയ്ക്ക് അതിനുള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ അത്രമാത്രം കൺസേണോ ആയിരിക്കില്ല കുഞ്ഞിന്റെ കാര്യത്തിൽ. സോ ആന്റിനേറ്റൽ വിസിറ്റുകൾ മിസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിലെ അബ്നോർമാലിറ്റീസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാതെ പോവുകയും കുട്ടിക്ക് വേണ്ട ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഡെലിവറിക്ക് ശേഷം അത് കുട്ടിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരു കാരണമാകും.
സോ ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർ ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും അത് തിരിച്ചറിഞ്ഞ് അവരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ന്യൂട്രീഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സാധാരണ ചെറിയ ഫ്രീക്വന്റ് മീൽസ്, ചെറിയ രീതിയിൽ ചെറിയ എമൗണ്ടിൽ ലെസ് ക്വാണ്ടിറ്റിയിൽ ഫ്രീക്വന്റ് മീൽസ് ഒക്കെ കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഇൻ കേസ് അവർക്ക് വോമിറ്റിങ്ങോ നോസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ അമ്മയില് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കുഞ്ഞിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മളുടെ ഒരു ബോഡി റെസ്പോൺസ് എന്ന് പറയുന്നത്, നമ്മളിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യും. ആ കോർട്ടിസോൾ വരുമ്പോൾ അത് നമ്മുടെ ബോഡി റെസ്പോൺസ് ആണ്, ആ കോർട്ടിസോൾ റിലീസ്ഡ് ആവുക എന്നുള്ളത്. ആ കോർട്ടിസോൾ ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. BP ചിലപ്പോൾ ഹൈ ആക്കും, അല്ലെങ്കിൽ പാൽപിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഒരു കോർട്ടിസോൾ ഹോർമോണിന്റെ ലെവൽ കൂടുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സോ ഡിപ്രഷന്റെ ഘടകങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ നിന്നും കുഞ്ഞിലേക്ക് ഒരു ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു കണക്ഷനാണ് പ്ലാസന്റയിൽ കൂടെ, അംബിലിക്കൽ കോഡിൽ കൂടെയാണ് അത് കുഞ്ഞിലേക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പ്ലാസന്റയ്ക്ക്, യൂട്രസിന്റെ അകത്ത് പ്ലാസന്റ ഉണ്ട്. സോ ഈ ഒരു പ്ലാസന്റയ്ക്ക് ഒരു പ്രൊട്ടക്റ്റീവ് എബിലിറ്റി ഉണ്ട്. അതായത് അമ്മയുടെ ബോഡിയിൽ നിന്നും സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ വരുമ്പോൾ ഈ ഒരു പ്ലാസന്റ ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കും. ഈ പ്ലാസന്റ അതിൽ ചില എൻസൈംസ് റിലീസ് ചെയ്യുകയും പ്ലാസന്റ അത് ആ ഒരു കോർട്ടിസോളിനെ കുഞ്ഞിലേക്ക് കടത്തിവിടാതെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് വരികയും അമ്മയിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും എക്സ്റ്റേണൽ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് ആയിട്ട് കോർട്ടിസോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ പ്ലാസന്റയ്ക്ക് ആ ഒരു അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കോർട്ടിസോൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം സ്റ്റോപ്പ് ആവും. അപ്പോൾ പതിയെ നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ കുഞ്ഞിന്റെ ബോഡിയിലേക്ക് അംബിലിക്കൽ കോഡ് വഴി കടന്നു ചെല്ലും. അപ്പോൾ അമ്മയിൽ എന്തൊക്കെ റെസ്പോൺസ് ആണോ അതുമൂലം കോർട്ടിസോൾ കൊണ്ട് ഉണ്ടാവുന്നത്, അതേ റെസ്പോൺസ് തന്നെ കുഞ്ഞിലും ഉണ്ടാകും. അതായത് കുഞ്ഞ് ഏർലി ആയിട്ട് വളരെ ചെറുതായിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ കുഞ്ഞിന് ആ ഒരു കോർട്ടിസോൾ എക്സ്പോഷർ കിട്ടുകയും അത് കുഞ്ഞിൽ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യും. ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡെഫിസിറ്റ് ഉണ്ടാകാം. ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ADHD പോലെയുള്ള കണ്ടീഷൻസ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഭയങ്കര പിരിവിരിപ്പ് സ്വഭാവങ്ങളൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ പിന്നെ MR മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടാവുക. ചില കുട്ടികൾക്ക് മീൻസ് ബാക്കിയുള്ള കുട്ടികളുടെ പോലെ പെർഫോം ചെയ്യാനായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് അത്രമാത്രം കഴിവൊന്നും ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയൊക്കെയുള്ള പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസും ഈ ഒരു ഏർലി എക്സ്പോഷർ ഓഫ് കോർട്ടിസോൾ കൊണ്ട് കുഞ്ഞിലുണ്ടാവും. സോ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ആന്റിനേറ്റൽ മെന്റൽ ഹെൽത്ത് കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞിന് അതിലോടുള്ള ആ ഒരു എക്സ്പോഷർ പ്രിവെന്റ് ചെയ്യുക, കുഞ്ഞിന് ഫർദർ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ പുവർ ന്യൂട്രീഷൻ, പുവർ സെൽഫ് കെയർ, ആന്റിനേറ്റൽ വിസിറ്റുകൾ മിസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ലൈക്ക് ഇപ്പൊ ഡിപ്രഷനോ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡറോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന വ്യക്തികളോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്തിട്ട് വേണം പ്രഗ്നൻസിയിലോട്ട് പോകാനായിട്ട്. സോ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, പ്രഗ്നൻസി ചോയ്സസ് ഉണ്ട്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ചോയ്സസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ തന്നെ രണ്ടുപേരും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഐഡിയാസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരുടെ പ്ലാനുകൾ എന്താണ്, അതെല്ലാം പരസ്പരം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നൻസിയിലേക്ക് പോവുകയും ഇൻ കേസ് അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി നോൺ കേസ് ഓഫ് ഡിപ്രഷനോ ആങ്സൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് അത് മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അതെല്ലാം ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ്
നമ്മൾ ആന്റിനേറ്റൽ ടൈമിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുക, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവുക, അത് ഡീല് ചെയ്യാതെ പോവുക, അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയി മീൻസ് ഡെലിവറിക്ക് ശേഷം അത് അമ്മയെ അഫക്റ്റ് ചെയ്യും. ലൈക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന കണ്ടീഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡെലിവറിക്ക് ശേഷം വരുന്ന ഒരു ഡിപ്രഷനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഈ 2 ഹോർമോൺസ് നല്ല ഹൈ ലെവലിലായിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഈ 2 ഹോർമോൺസും വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആകും. അപ്പൊ ആ സമയത്ത് ആ ഒരു ഡെലിവറി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ആദ്യത്തെ ഒരു 2 ആഴ്ച സാധാരണ എല്ലാവർക്കും ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ക്രൈയിങ് സ്പെൽസ് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയുക, അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടി കരയുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുക, കുട്ടിയെ നോക്കാനായിട്ട് ഒരു പ്ലഷറും തോന്നാതിരിക്കുക, കുട്ടിയെ കരഞ്ഞാൽ നെഗ്ലക്ട് ചെയ്യുക, ഫീഡിങ് ചെയ്യാതിരിക്കുക, അതൊക്കെ ആ ഒരു ടൈം പീരീഡിൽ സാധാരണ കാണുന്ന സിംറ്റംസ് ആണ്. ആ ഒരു സമയത്തിന് നമ്മൾ ബേബി ബ്ലൂസ് എന്നാ പറയുന്നത്. സാധാരണ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഈ 2 ഹോർമോൺസും, താഴെ പോയ 2 ഹോർമോൺസും മുകളിലോട്ട് കയറി വരുമ്പോൾ അത് ഓക്കെ ആവും. പക്ഷെ ചില കേസസിൽ ഇപ്പോ നമ്മളുടെ ആന്റിനേറ്റൽ ടൈമിൽ ഒരമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയിൽ ആ ഒരു കമ്പണന്റ് അവിടെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ബേബി ബ്ലൂസിന്റെ ടൈം കഴിഞ്ഞാലും അമ്മയ്ക്ക് ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലോട്ട് പോകും. കുഞ്ഞിനെ ഒട്ട് നമ്മൾക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ഫീലിംഗ് വരാത്ത ഒരു കണ്ടീഷൻ, പിന്നെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ്, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, കുഞ്ഞിന്റെ പേഴ്സണൽ ഹൈജീൻ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ, അതിലോട്ടൊക്കെ പോകും. സോ അതൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലോട്ടോ സൈക്കോസിസിലോട്ടോ ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അമ്മയ്ക്ക് അങ്ങനെ ആ ഒരു ആന്റിനേറ്റൽ ടൈമിൽ തന്നെ അമ്മയുടെ ഈ പറയുന്ന രീതിയിലുള്ള ആങ്സൈറ്റിയും അല്ലെങ്കിൽ ഡിപ്രഷനും ഒക്കെ നമ്മൾ ഡീല് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അത് കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായാൽ അതും വീണ്ടും കുഞ്ഞിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഒരു പെരിനേറ്റൽ ജേണി എന്ന് പറയുന്നത് അത്ര നെഗ്ലക്ട് ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ പറയും ഓരോ ഡെലിവറിയും യൂണിക് ആണെന്ന് പറയും. ഇപ്പൊ ഒരു 10 1000 ഡെലിവറീസ് കണ്ടക്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും അവർ പറയാറുണ്ട് ഓരോ ഡെലിവറിയും യൂണിക് ആണ്. ഒരു ഡെലിവറിയിൽ കണ്ട കാര്യമല്ല അടുത്ത ഡെലിവറിയിൽ നമ്മൾ കാണുന്നത്. സോ അതുപോലെ തന്നെ ഓരോ മദേഴ്സും യൂണിക് ആണ്. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഇമോഷണൽ പ്രോബ്ലംസും അവരുടെ ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസും എല്ലാം ഡിഫറെന്റ് ആണ്. സോ പെരിനേറ്റൽ ജേണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് അമ്മ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അമ്മയ്ക്ക് വേറൊരു മീൻസ് എൽഡർ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കാര്യത്തിലും നമ്മൾ ഭയങ്കരമായിട്ട് കൺസേൺ ആവും. ഇപ്പോ ഈ കുട്ടി ഓൾറെഡി ഉണ്ട്, അപ്പോൾ അടുത്ത കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമോ, ആ കുട്ടിക്ക് സിബ്ലിങ്സ് റൈവലറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവോ, ആ കുട്ടി എങ്ങനെ പുതിയ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് അമ്മയ്ക്ക് ഉണ്ടാവും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കുട്ടിയെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവനെ പറഞ്ഞു മനസ്സിലാക്കുക അമ്മയുടെ ഉള്ളിൽ വേറൊരു കുട്ടി ഉണ്ടെന്നും അവനെ എങ്ങനെ നമ്മൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ആ കുട്ടി കേൾക്കുന്നുണ്ടെന്നും ഒക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ ദാറ്റ് എല്ലാ ദിവസവും കുറച്ച് സമയം അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അബ്ഡോമിനിൽ ടമ്മിൽ ടച്ച് ചെയ്യാനോ കിസ് ചെയ്യാനോ ഒക്കെ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. സോ ദാറ്റ് അവര് ആ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ആ കുട്ടി പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു സിബ്ലിങ്സ് റൈവലറിയോ അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും അതൊക്കെ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. സോ കാരണം അവരും ആ ഒരു 9 months ടൈം എന്ന് പറയുന്നത് ഈ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ അവരെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. പിന്നെ അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇത് കേട്ടിട്ടുണ്ടാവും, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വുമൺ ആർ ഫ്രം വീനസ് എന്നുള്ള ഒരു കാര്യം. അതായത് രണ്ടുപേരും 2 എക്സ്ട്രീം ധ്രുവങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും അവർ രണ്ടുപേരും ഒരാൾ മാർസിൽ നിന്നും ഒരാൾ വീനസിൽ നിന്നുമാണ് വരുന്നതെന്നാണ് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ ഒരാളുടെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട്, അതായത് 2 എക്സ്ട്രീംസിൽ നിന്ന് വരുന്ന ആളുകളെ 2 പേര് കല്യാണം കഴിച്ചു ഒരു കുട്ടിയാകാനായിട്ട് പോകുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ ഇവിടെ ഈ ഒരു സ്ലൈഡ് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് മെന്നിന് മനസ്സിലാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അവർക്ക് ആക്ഷൻസോ അല്ലെങ്കിൽ
ബോഡി ലാംഗ്വേജസിൽ നിന്നോ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവില്ല. സോ ഒരു പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ എവിടെയെങ്കിലും ടി വിയിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ കെയർ കിട്ടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിന് ആ ഒരു രീതിയിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് ബോഡി ലാംഗ്വേജസിൽ കൂടി ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നതാണ്, അതുകൊണ്ട് അത് കണ്ടറിഞ്ഞ് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. അവരുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നിങ്ങളുടെ നീഡ് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുക. എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റർബൻസസോ എന്തുണ്ടെങ്കിലും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷൻ ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഒരു ലേഡിക്ക് ഡിപ്രഷൻ ഉണ്ട്, ഇപ്പോ പ്രഗ്നൻസി ടൈമിലല്ല, അല്ലാതെ തന്നെ ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡറോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കല്യാണത്തിന് മുൻപ് തന്നെ എന്താണ് കല്യാണം കഴിക്കാൻ പോകുന്ന അവരോട് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവരത് അറിയുന്നത്, ഈ കുട്ടിക്ക് ഡിപ്രഷൻ ആണ് അല്ലെങ്കിൽ ബൈപോളാർ ആണെന്നൊക്കെ അറിയുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ തന്നെ ഫാമിലി കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരത് അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് അങ്ങനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഫർദർ അവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് അമ്മ പ്രഗ്നന്റ് ആവുമ്പോൾ അമ്മയെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ചില മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ അമ്മ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബാരിയേഴ്സ് ഉണ്ടാവും. അതുമൂലം ആ ഒരു ചില മെഡിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും കൊടുക്കുന്ന മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഡോക്ടേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഡിപ്രഷൻ ഓൾറെഡി ഉണ്ട്, മരുന്ന് എടുക്കുന്നതാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും, പിന്നെ അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. പോസ്റ്റ്പാർട്ടം ടൈമിൽ ഡിപ്രഷൻ വരുന്ന പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ സാധാരണ ആന്റി ഡിപ്രസീവ് മെഡിസിൻസ്, SSRI ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആന്റി ഡിപ്രസൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കൂടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആന്റി ഡിപ്രസൻസിന്റെ എഫക്റ്റ് കുഞ്ഞിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതുമൂലം കുഞ്ഞില് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്റ്റഡീസ് എല്ലാം നടത്തിയതിലും കുഞ്ഞിൽ അതിന്റെ എഫക്റ്റ് ഒന്നും, കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്റ്റോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ സാധാരണ രീതിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മളുടെ ആന്റിനേറ്റൽ ടൈമിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ ഡീൽ ചെയ്യാമെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഒരു ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത് ഒരു അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും കൂടി ഉൾപ്പെടുന്നതാണ്. അത് ബേബിയെ അഫക്റ്റ് ചെയ്യും. സോ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്ക്രീനിങ് ആവശ്യമാണ്. റെഗുലർ ആയിട്ടുള്ള ആന്റിനേറ്റൽ വിസിറ്റുകൾ നടത്തുക, ഡോക്ടേഴ്സ് പറയുന്നത് പോലെ വിസിറ്റുകൾ നടത്തുക. മെന്റൽ ഹെൽത്ത് സ്ക്രീനിങ്ങും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മളിലാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഈ ഒരു രീതിയിൽ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കെയർ കൊടുക്കുകയും അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ സൈക്കോ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും എക്സ്പെക്ടിങ് മദേഴ്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന്, ഹസ്ബൻഡിന്, അതെല്ലാം അവർക്കും ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കിട്ടേണ്ടത് ആവശ്യമാണ്. സോ ദാറ്റ് ഈ ലേഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ എക്സസീവ് ആയിട്ടുള്ള വറിയോ, എസ്പെഷ്യലി അവരുടെ ആ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലുമാണ് കൂടുതലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ആ ഒരു മിഡിൽ ട്രൈമസ്റ്ററിൽ അത്രമാത്രം പ്രശ്നങ്ങൾ കാണിക്കാറില്ല. പക്ഷെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാവുമ്പോൾ ആദ്യമായിട്ട് അമ്മ ആവുന്നതിന്റെ ഒരു ടെൻഷനും ലാസ്റ്റ് ട്രൈമസ്റ്ററിലോട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ ഡെലിവറിയും അതുപോലെ തന്നെ ആ ഒരു പെയിൻ എങ്ങനെയായിരിക്കും, സിസേറിയൻ ആണെങ്കിൽ അതിലോട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ആ ഒരു വറീസും കാര്യങ്ങളൊക്കെ ഇവരെ കൂടുതൽ അലട്ടും.
സോ ആ ഒരു സമയത്ത് ആ ഒരു എക്സസീവ് വറി വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ സപ്പോർട്ട്, എൻകറേജ് സപ്പോർട്ട് ഫ്രം പാർട്ട്ണർ, അതുപോലെ തന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. മുൻപ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റും, എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ആ ഒരു രീതിയിലൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ ഒരുപാട് കൺസേൺ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ സാധാരണ ഇതൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരിൽ എന്തെങ്കിലും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു കറക്റ്റ് യോഗ പ്രാക്ടീഷണറുടെ അടുത്തോ അങ്ങനെയുള്ളവരുടെ അടുത്തോ ചെന്നിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചില പൊസിഷൻസ് ഒന്നും പ്രഗ്നൻസിയിൽ പറ്റത്തില്ല. സോ അതനുസരിച്ച് കറക്റ്റ് അത് അറിയാവുന്ന ആരുടെയെങ്കിലും അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഒരു ന്യൂട്രീഷന്റെ കൺസൾട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് അത് മാനേജ് ചെയ്ത് ആ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ റിലാക്സേഷൻ എക്സസൈസും ഒരു സ്ലീപ്പ് റുട്ടീൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഫറ്റീഗും സ്ലീപ്പ് ഡിപ്രിവേഷനും ഒക്കെ ഇതിന്റെ കൂടത്തി വരുന്നതാണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അഡ്വേഴ്സ് എഫക്റ്റ് കുഞ്ഞിലുണ്ടാക്കും. സോ ആ ഒരു നമ്മുടെ ബോഡി ഡിസ്കംഫർട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാത്ത. സോ അതെല്ലാം ഡീൽ ചെയ്യാനായിട്ട് റിലാക്സേഷൻ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പോടുകൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡീപ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ, പ്രീനേറ്റൽ യോഗ അതെല്ലാം ചെയ്യാം. പിന്നെ നമ്മൾക്ക് ജേണൽ റൈറ്റിംഗ് ചെയ്യാം. എന്തെങ്കിലും തരത്തിൽ ഭയങ്കര സിവിയർ ആയിട്ട് ഡിപ്രഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ CBT പോലെയുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള തെറാപ്പീസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾക്ക് ബോഡി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മളുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ തിങ്കിങ് പാറ്റേൺസിൽ ചേഞ്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. സോ ആ ഒരു രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ആ കോപ്പിംഗ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പോസിറ്റീവായിട്ട് അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടി വരും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. അത്രയും നാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോൾ ഒരു പ്രഗ്നൻസിയിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ മുൻപ് ചെയ്തിരുന്ന പോലെ ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് അവരുടെ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. സോ അവർക്ക് ആ ഒരു അസർട്ടീവ് ആയിട്ട് തന്നെ അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അസർട്ടീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ റെഗുലർ ഫോളോ അപ്പ് വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ആന്റിനൽ വിസിറ്റ് ഒക്കെ എടുത്തു, ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി, അത് നെഗ്ലക്ട് ചെയ്യാതെ അടുത്ത് അവർ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ആന്റിനേറ്റൽ പീരീഡ് നമുക്ക് ഓവർകം ചെയ്തു പോകാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷൻ ഉണ്ടല്ലോ, അതെ സർ, അതില് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് സാധാരണ ഫോളോ ചെയ്യുന്നു? ഓക്കെ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സാധാരണ രീതിയിൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ നമ്മൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാം. പക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷവും പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു സാഡ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചില് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉറക്കക്കുറവോ വിശപ്പ് കുറവോ വരുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാനായിട്ട് നെഗ്ലക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷവും അത് കൂടിയ രീതിയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സമയത്ത് സാധാരണ രീതിയിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പക്ഷെ അവരുടെ സിവിയറിറ്റി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആന്റി ഡിപ്രസൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് സേഫ് ആയിട്ടുള്ള ഡ്രഗുകൾ തന്നെയാണ് പ്രഗ്നൻസി ഒരു ടൈമിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
ചില ആളുകളിൽ അത് കൂടി പിന്നെ ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകും. അതുകൊണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില ആൾക്കാർ പെട്ടെന്ന് ആ ഒരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ ആയിട്ടായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. അത് ഡിപ്രഷന്റെ ഒരു സിംറ്റം ആണ്. സാധനങ്ങൾ വലിച്ചെറിയുക, ആരെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചില പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കേസസ് വരാറുള്ളത്. ഓക്കെ. ഓക്കെ സാർ. മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ സാർ. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു സാർ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.